ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹിമാലയൻ്റെ ആൾട്രേഷനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഈ ഗ്രിൽ സെറ്റൊക്കെ കൊടുത്ത് ഈ ഗ്രിൽ സെറ്റ്, റേഡിയേറ്റർ ഗ്രില്ല്, പിന്നെ സൈഡ് സ്റ്റാൻഡ് എക്സ്റ്റെൻഡർ, പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷന്, പിന്നെ ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ആ ഒരു ഗാർഡ്, ഇതൊക്കെ കൊടുത്തത്. അപ്പം ഇന്ന് നമ്മൾ ഒരു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ഒരു ഫോഗ് ലാമ്പ് ഞാൻ ഇവിടെയായിരുന്നു ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഇപ്പം വാങ്ങിച്ചിരിക്കുന്ന ഫോഗ് ലാമ്പ് ഇവിടെയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. മാഡ് ഡോഗ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ക്ലാമ്പാണ്, ഫോഗ് ലാമ്പ് ക്ലാമ്പാണ് ഇവിടെ വയ്ക്കുന്നത്. ഇവിടെയും വയ്ക്കും. ഇതാണ് ഞാനിപ്പോൾ പുതുതായിട്ട് ഫിറ്റ് ചെയ്യാൻ പോണ ഫോഗ് ലാമ്പ്. ഇവിടെ വൈറ്റ് ലൈറ്റാണ്. ഇപ്പോൾ രണ്ട് ഇതേപോലെ പ്രൊജക്ടർ ടൈപ്പ് രണ്ട് ലൈറ്റ് കണ്ട, രണ്ട് സാധനം കണ്ട, രണ്ട് റിങ്, അതിന് വൈറ്റ് ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. പിന്നെ പുറത്തൊരു റിങ് കണ്ട, അതിന് റെഡ് ലൈറ്റാണ്. അപ്പം റെഡ് റിങ് ലൈറ്റും അകത്ത് വെള്ള ലൈറ്റുമാണ്. അതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കത്തുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് എർത്തും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കത്താനാണെങ്കിൽ ഇതേപോലെ ചുവപ്പ് വയറും വെള്ള വയറും കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്യണം. കറുപ്പ് എർത്തായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ വൈറ്റ് ലൈറ്റും ഈ പറയുന്ന ചുറ്റുമുള്ള റെഡ് ലൈറ്റും കൂടെ ഒന്നിച്ച് കത്തും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു 2 വേ സ്വിച്ചൊക്കെ കൊടുത്താൽ ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് റിംഗ് ലൈറ്റും, ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് അകത്തുള്ള പ്രൊജക്ടർ ലൈറ്റും കത്തും. അപ്പോൾ ഈ ഫോഗ് ലാമ്പിൻ്റെ പ്രത്യേകത. ഇത് ഞാൻ 2 എണ്ണം കൂടെ 650 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതാണ് ഫോഗ് ലാമ്പ്. മാഡ് ഡോഗിൻ്റെ മാഡ് ഡോഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫോഗ് ലാമ്പ് ക്ലാമ്പാണ്. കാരണം ഇതിൽ എഴുതിയിരിക്കുന്ന വില 749 രൂപയാണ്. പക്ഷേ ഇതെനിക്ക് 700 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതാണ് ആ ക്ലാമ്പ്. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് മെറ്റീരിയൽ തന്നെയാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് കൊണ്ട് തിക്നെസ് തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിക്നെസ് തന്നെ ഉണ്ട്. നമുക്കത് ഇതിൽ ഫിറ്റ് ചെയ്യാം. എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. ഈ ഒരു ക്ലാമ്പ് ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ഹോളിലെ ആ ഒരു വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പം ഈ ബോൾട്ട് നമ്മൾ കൊടുക്കാതെ വെക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ബോൾട്ട് വെക്കേണ്ടതില്ല. ഈ ബോൾട്ട് വെക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇതും പൊസിഷൻ മാറും. അതുകൊണ്ട് നമ്മൾ ഈ ബോൾട്ട് കൊടുക്കുന്നില്ല. അപ്പം ഈ ഒരു സൈഡ് ക്ലാമ്പ് നമ്മൾ അപ്പുറ സൈഡിൽ വെക്കുകയാണ്. കണ്ട, അപ്പുറത്തെ സൈഡിൽ വയ്ക്കുമ്പോഴത്തേക്കും കണ്ട ഇങ്ങനെ നിന്നോളും. ഇവിടെ ഗ്യാപ്പ് കൊണ്ട് ഈ 2 ബോൾട്ടിനും ഈ നമ്മുടെ ഫോഗ് ലാമ്പ് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ. ഇത് അപ്പുറ സൈഡിൽ വെക്കേണ്ട ക്ലാമ്പാണ്, ഞാൻ ഈ സൈഡിൽ വെക്കുകയാണ്. കണ്ട, ഈ സൈഡിൽ വെക്കുമ്പോഴത്തേക്കും കണ്ട ഇങ്ങനെ നിന്നോളും. ഈ 2 ബോൾട്ടിൽ ഇത് നിന്നോളും. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് വെക്കാൻ പറ്റും. ഈ ഒരു ക്ലാമ്പ് ഇതിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മഡ് ഗാർഡ് റൈസർ വെച്ച ശേഷം ഈ മഡ് ഗാർഡ് അതിൻ്റെ മുകളിൽ വയ്ക്കണം. കണ്ട, ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 കണക്ട് ചെയ്യണം. ഫോഗ് ലാമ്പിൻ്റെ ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ബോൾട്ടിലാണ് അത് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ മഡ് ഗാർഡ് റൈസർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മഡ് ഗാർഡും വെച്ച് ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു ക്ലാമ്പിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൂടെ റിഫ്ലക്ടറും കൂടെ വേണമെങ്കിൽ നമുക്കിതിൽ കണക്ട് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ഫോഗ് ലാമ്പാണ് വയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ കൂടെ 2 നട്ടും ബോൾട്ടും കിട്ടും. കൂടെ ഒരു ക്ലാമ്പ് കൂടെ കിട്ടും. ഈ ഫോഗ് ലാമ്പിൻ്റെ അടിയിലത്തെ ഈ പോർഷനിൽ നമ്മൾ ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്യണം. ഈ ഒരു ഫോഗ് ലാമ്പിൽ ഈ ഒരു ക്ലാമ്പ് വെച്ച ശേഷം വലിയ ബോൾട്ട് വെച്ച് ഇങ്ങനെയാണ് ഇവിടെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെറിയ ഒരു
ബോൾട്ട് ജസ്റ്റ് ഒന്ന് ഇടണം. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു നട്ടും കൂടെ അതിലൊന്ന് വെച്ചേക്കാം. എന്നിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാം. കണ്ടോ, ഇതാദ്യം ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് വെക്കാനായിട്ട് ഇത് നമ്മൾ വീണ്ടും ഇളക്കേണ്ടി വരും. അതാണ് ആദ്യമേ ഇത് ഫിറ്റ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫുൾ ടൈറ്റ് ചെയ്യേണ്ട, വണ്ടിയിൽ വെച്ച ശേഷം പൊസിഷൻ നോക്കിയിട്ട് വേണം ബാക്കി ടൈറ്റ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇതേപോലെ മറ്റേ ഫോഗ് ലാമ്പും കൂടെ നമുക്ക് ഇതേപോലെ ക്ലാമ്പ് കണക്ട് ചെയ്ത് വയ്ക്കാം. ഈ ഫോഗ് ലാമ്പ് ഇതിലോട്ട് വെച്ച ശേഷം അടിയിലത്തെ നട്ട് ഇടണം. കണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇനി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ബോൾട്ടും അടിയിൽ ഈ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യണം. നമ്മൾ ഈ 2 ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വയറിങ് കൂടെ കൊടുക്കണം. വയറിങ് ഞാൻ എന്തായാലും വർക്ക്ഷോപ്പിൽ പോയിട്ടേ കൊടുക്കുന്നുള്ളൂ. ചെറിയതായിട്ട് മോഡിഫിക്കേഷൻ കൂടെ ചെയ്യാനുണ്ട് വയറിങ്ങിൽ. ഞാൻ ഇവിടെ 2 സ്വിച്ചായിട്ടാണ് ഫോഗ് ലാമ്പ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ട, ഫോഗ് ലാമ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കീ ഓണാക്കിയ ശേഷം ഇത് മറ്റേ ചുറ്റുമുള്ള റിംഗ് ലൈറ്റിന് വേണ്ടിയുള്ളതാണ് ഈ സ്വിച്ച്. ഇത് ഫോഗ് ലാമ്പിൻ്റെ വൈറ്റ് ലൈറ്റിന് വേണ്ടിയുള്ളതാണ് ഈ സ്വിച്ച്. ഞാനിപ്പോൾ റിംഗ് ലൈറ്റ് മാത്രമാണ് ഓണാക്കിയിരിക്കുന്നത്. കണ്ട, അടുത്ത് ഞാൻ റിംഗ് ലൈറ്റ് ഓഫാക്കിയിട്ട് ഫോഗ് ലാമ്പ് ഓണാക്കിയാണ്. കണ്ട, ഫോഗ് ലാമ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റിംഗ് ലൈറ്റും കൂടെ ഓണാക്കിയാണ്. കണ്ട, രണ്ടും കൂടെ കത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് 2 വൈറ്റ് ലൈറ്റും റെഡ് ലൈറ്റും കൂടെ ഒന്നിച്ച് വന്നുകൊണ്ട് റെഡ് ലൈറ്റ് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ ഫോഗ് ലാമ്പ് ഓഫാക്കിയിട്ടുണ്ട്. റിംഗ് ലൈറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിംഗ് ലൈറ്റ് മാത്രമായിട്ട് കാണാൻ പ്രത്യേക ഭംഗിയാണ്. രാത്രി കുറച്ചും കൂടെ രസമാണ് ഇത് കാണാൻ. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പം ശരി, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ടാറ്റ.